വർഷ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ബാറ്ററി സ്പെയർ ആണിത്. ഇതിൽ നമുക്ക് 12 ആംപിയറുള്ള ബാറ്ററിയാണ് വരുന്നത്. ഇതിൽ നമുക്ക് ഒരു 8 മണിക്കൂർ ചാർജ് ചെയ്താൽ നമുക്ക് 5 മണിക്കൂർ വരെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പ്രേയറാണിത്. വാഴ, നെല്ല്, അങ്ങനെ പച്ചക്കറി എല്ലാ സാധനങ്ങൾക്കും നമുക്ക് സ്പ്രേ ചെയ്യാവുന്ന ഒരു ഇതാണ്. ഇപ്പോൾ സാധാരണ ഒരു ഹാൻഡ് സ്പ്രേയർ കൊണ്ട് നമുക്ക് സ്പ്രേ ചെയ്യുന്നതിലും 3 മടങ്ങ് ഇരട്ടിയിൽ നമുക്ക് സ്പീഡിൽ നമുക്ക് സ്പ്രേ ചെയ്യാവുന്ന ഒരു ഇതാണ്. പിന്നെ മരുന്ന് വേസ്റ്റേജ് വരില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു പ്രൊഡക്റ്റാണ് ഈ ബാറ്ററി സ്പ്രേയർ. കോസ്റ്റും കുറവായിട്ടുള്ളൊരു ഇതാണ് നമുക്ക് വരുന്നത്. ഇത് കാവുങ്ങൽ ഏജൻസിയാണ് നമ്മളിത് സപ്ലൈ ചെയ്യുന്നത്. ഇത് ബാറ്ററി നമ്മൾ ഓൺ ചെയ്യുന്നതിനുള്ള 2 സ്വിച്ചാണ്, ഈ റെഡും ഈ ബ്ലാക്കും. ഈ റെഡ് സ്വിച്ച് നമ്മൾ ഡയറക്റ്റ് ഓൺ ചെയ്യുമ്പോൾ ഫുൾ സ്പ്രേയിങ്ങിലാണ് വരിക. മോട്ടർ ഡയറക്റ്റ് ഓണായി ഫുൾ സ്പ്രേ ആണ് വരിക. നല്ല പവറുള്ള സ്പ്രേ വരും. അത് നമ്മൾ വലിയ വലിയ ചെടികൾക്കും വാഴകൾക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ ഡയറക്റ്റ് ഈ റെഡ് സ്വിച്ച് ഓൺ ചെയ്ത് വർക്ക് ചെയ്യേണ്ടത്. അല്ലാത്ത സമയങ്ങളിൽ ഈ ബ്ലാക്ക് സ്വിച്ച് തിരിച്ച് കൺട്രോൾ ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് കൺട്രോൾ സ്വിച്ചാണ്, ഈ മോട്ടറിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. ഇത് ഈ ചെറിയ ചെടികളും മറ്റുള്ള ഇതിനൊക്കെ ചെയ്യുമ്പോൾ ചെടി മരുന്ന് വേസ്റ്റ് ആവാതിരിക്കാനും പിന്നെ ചെറിയ ചെടികൾ ഫോഴ്സ് മൂലം മറിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണതാണ്. അതിന് വേണ്ടി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു സ്വിച്ചാണിത്. അപ്പോൾ നമുക്ക് മരുന്ന് വേസ്റ്റേജ് വരില്ല, അതേപോലെ തന്നെ ചെടിക്ക് വേറെ കംപ്ലൈൻറ്റുകളും ഉണ്ടാവില്ല. അതാണ് ഇപ്പോൾ ഈ സ്വിച്ച് കൊണ്ടും നമുക്ക് ഈ ഉള്ള ഉപകാരം. നമുക്ക് ബാറ്ററി സ്പെയറിൽ വരുന്നത് 4 നോസിലുകളാണ് വരുന്നത്. ഒരു മിസ്റ്റ് നോസിലും, ഒരു ഫ്ലവർ നോസിൽ, ഒരു അഡ്ജസ്റ്റബിൾ നോസിൽ, പിന്നെ ഒരു വീടി സൈഡിന് അടിക്കുന്ന നോസിലാണ്. 4 നോസിലാണ് വരുന്നത്. ഈ മിസ്റ്റ് നോസിൽ എന്ന് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാവുന്നത് ഇപ്പോൾ നല്ല പച്ചക്കറികൾ, പയർ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് കടിക്കാൻ, നെല്ല് അങ്ങനെയുള്ളതിനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. മരുന്ന് വേസ്റ്റേജ് വരില്ല, കൂടുതൽ ഏരിയ കവർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് നമുക്ക് ഈ മിസ്റ്റ്. അതേപോലെ ഈ ഫ്ലവർ നോസിലും അതേപോലെ തന്നെ നമുക്ക് ഏരിയ കവർ ചെയ്യാനും നല്ല സ്പ്രേയിങ് കിട്ടാനും വേണ്ടിയിട്ട് നമുക്കിതിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഈ അഡ്ജസ്റ്റബിൾ നോസിൽ നമ്മൾ വാഴ അങ്ങനെ ഹൈറ്റിലുള്ള ഒരു 10 അടി ഹൈറ്റൊക്കെ വരുന്ന ഏതൊരു ഇതിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നോസിലാണിത്. അഡ്ജസ്റ്റ് ചെയ്യാം, നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഹൈറ്റിൽ പോവുകയും ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് നോസിൽ ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിസ്റ്റായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നെ നമുക്ക് വരുന്ന വേറൊരു നോസിൽ എന്ന് വെച്ചാൽ വീടി സൈഡിൻ്റെ നോസിലാണ്. ഈ വീടി സൈഡിൻ്റെ നോസിൽ നമുക്ക് ഈ പച്ചക്കറിയുടെ ഇടയിലുള്ള കളകൾ അങ്ങനെയുള്ള ഇതിനൊക്കെ നമുക്ക് കളനാശിനി അങ്ങനെയുള്ള ഇത് അടിക്കുമ്പോൾ മറ്റുള്ള പച്ചക്കറിയിലേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നോസിലാണ് ഈ വീടി സൈഡിന് അടിക്കുന്ന നോസിൽ. അതാകുമ്പോൾ വി ഷേപ്പിലാണ് ഇതിൻ്റെ സ്പ്രേയിങ് പോവുക. അത് കാരണം കൊണ്ട് തന്നെ മറ്റുള്ള ചെടികൾക്ക് സ്പ്രെഡ് ആവില്ല. ആ വീടി സൈഡ് അടിക്കുമ്പോൾ കറക്റ്റായി നമ്മുടെ ആ കളകൾക്ക് മാത്രം കിട്ടുന്നതായിരിക്കും.